നിങ്ങളുടെ ഐഫോണിന്റെ ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ടോ? ഈ ഒരു 5 സെറ്റിംഗ്സ് മാറ്റിയാൽ നമുക്ക് നമ്മുടെ ഐഫോണിന്റെ ബാറ്ററി അത്യാവശ്യം നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ സെറ്റിംഗ് ഇനേബിൾ ലോ പവർ മോഡ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറെ ആപ്ലിക്കേഷൻ ആക്ടിവിറ്റീസ് ഒക്കെ റെഡ്യൂസ് ചെയ്യുവാണ്. ആദ്യം നമ്മൾ സെറ്റിംഗ്സ് പോകണം, എന്നിട്ട് നമുക്ക് ബാറ്ററി കണ്ടുപിടിക്കണം. ബാറ്ററി കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ ലോ പവർ മോഡ്, അതൊന്ന് ഇനേബിൾ ചെയ്താൽ മതി. ഈ ഒരു സെറ്റിംഗ് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കൺട്രോൾ പാനലിലും കൊണ്ടുവരാൻ പറ്റും. അതും എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. കൺട്രോൾ സെന്ററിൽ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് അവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. ആ പ്ലസ് ബട്ടൺ ഞെക്കിയിട്ട് നമുക്ക് ആഡ് എ കൺട്രോൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ലോ പവർ മോഡ് എന്ന് വേണം സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സജഷൻ ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണും. അപ്പോൾ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഈ സെറ്റിംഗ്സിൽ പോകാതെ തന്നെ ഇത് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും പറ്റും. രണ്ടാമത്തെ സെറ്റിംഗ്സ് എന്താണെന്ന് വെച്ചാൽ ടേൺ ഓഫ് ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറെ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ബേസിക്കലി ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ റിഫ്രഷ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ അത് ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാറ്ററി അത്യാവശ്യം നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ് വരും. അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. സെറ്റിംഗ്സിൽ പോകണം, ജനറൽ പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ താഴോട്ട് പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഓൾറെഡി ഞാൻ എൻ്റെ ഫോൺ ലോ പവർ മോഡ് ആയതുകൊണ്ട് ഇത് ഓഫ് ആണ് ഓട്ടോമാറ്റിക്കലി. എന്നാൽ തന്നെ നമുക്ക് ലോ പവർ മോഡിൽ ഒന്ന് മാറ്റിയിട്ട് നോക്കാം. ഇതിൻ്റെ അകത്ത് ചില ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതായത് തിയേറ്റർ അല്ലെ അലക്സ ഇങ്ങനത്തെ ഒന്നും ബാക്ക്ഗ്രൗണ്ട് റിഫ്രഷ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പ് മാത്രം ഓൺ ആക്കി ബാക്കിയെല്ലാം ഡിസേബിൾ ചെയ്യാം. മൂന്നാമത്തെ സെറ്റിംഗ് ഒപ്റ്റിമൈസ് ബാറ്ററി ചാർജ്. ഏത് ബാറ്ററി ഉള്ള ഡിവൈസ് ആണെങ്കിൽ തന്നെ കുറെ വർഷങ്ങൾ കഴിയുമ്പം അതിന് ഒരു ചെറിയ ബാറ്ററി ഡ്രെയിനേജ് ഒക്കെ വരും. അത് അവോയ്ഡ് ചെയ്യുന്നതാണ് ഈ ഒരു സെറ്റിംഗ്. പിന്നെയും സെറ്റിംഗ്സിൽ പോകണം, എന്നിട്ട് ബാറ്ററി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ചാർജിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യണം. ഓൾറെഡി നിങ്ങൾക്ക് അത് ഓൺ ആയിരിക്കും. ഇപ്പോൾ ഓൺ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് അതിന്റെ ആ ഒരു ഓൺ ബട്ടണിൽ ഞെക്കിയാൽ മതി. നാലാമത്തെ സെറ്റിംഗ് സേവ് ലൊക്കേഷൻ സർവീസസ് ഫോർ അൺനെസസറി ആപ്പ്. സംഭവം എന്താ വെച്ചാൽ കുറെ ആപ്ലിക്കേഷൻ നമ്മുടെ ലൊക്കേഷൻ വേണം. ആ ലൊക്കേഷൻ ഉപയോഗിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള സജഷൻസ് ഒക്കെ തരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതെങ്ങനെ ഓഫ് ആക്കുന്നത് നമുക്ക് നോക്കാം. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ലൊക്കേഷൻ സർവീസസ് എന്ന് പറഞ്ഞു. നമ്മുടെ ഐഫോണിൽ ഡൗൺലോഡ് ആയിട്ടുള്ള കുറെ ആപ്ലിക്കേഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിന്റെ അകത്ത് ചില ആപ്ലിക്കേഷൻ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ കംപ്ലീറ്റ് ഡിസേബിൾ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ അലക്സ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ നെവർ എന്ന് പറഞ്ഞ് വേണം സെലക്ട് ചെയ്യാം. നിങ്ങളും അതേപോലെ നിങ്ങളുടെ ലിസ്റ്റിൽ പോയിട്ട് ആവശ്യമില്ലെങ്കിൽ അതെല്ലാം ഡിസേബിൾ ചെയ്യുക. അഞ്ചാമതായിട്ട് ഇത് ഐഫോൺ പ്രോ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. 14 പ്രോ ആൻഡ് അബവ് ഉള്ളവർക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആ സംഭവം ഓഫ് ആക്കുവാണെങ്കിൽ കുറേ രീതിയിൽ നമുക്ക് ബാറ്ററിക്ക് ഇംപ്രൂവ്മെന്റ് വരും. അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇത് ഓഫ് ആക്കണം. അത് നല്ലൊരു ഫീച്ചർ ആണ്, പക്ഷേ ഇത് നമ്മുടെ ഐഫോണിൽ നിന്ന് കുറെ ബാറ്ററി ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 5 സെറ്റിംഗ് നിങ്ങൾ ഇനേബിൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഐഫോണിൽ നല്ലൊരു വ്യത്യാസം തന്നെ വരും. അങ്ങനെ വ്യത്യാസം വരുവാണെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. തൽക്കാലം